എല്ലാ കൂട്ടുകാർക്കും ഇൻഫിനിറ്റി എക്സ്പ്ലോറിലേക്ക് സ്വാഗതം. ഒത്തിരി നാളായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. കാരണം വേറെ ഒന്നുമല്ല, ലോക്ക്ഡൗൺ ഒക്കെ ആയിരുന്നു, ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠിത്തമൊക്കെ ആയിരുന്നു. ഇങ്ങനെ വീട്ടിലിരുന്ന് ബോറടിച്ചിരുന്നപ്പോഴാണ് എന്നാൽ ഇന്ന് രാവിലെ വെറുതെ ഒന്ന് ഈ നമ്മുടെ കോട്ടയത്തുള്ള ഇരയിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരെ പോയേക്കാന്ന് ഓർത്തത്. അപ്പോൾ അങ്ങനെ പോയൊരു യാത്രയാണ്. ഈ വീഡിയോ അടുത്ത പാട്ടും വരുന്നുണ്ട്, അതുകൊണ്ട് എന്തായാലും വെയിറ്റ് ചെയ്തിരുന്ന് കാണുക. ഓക്കെ, അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോകളായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അങ്ങനെ നമ്മളിത് നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇരയിക്കടവ്. എന്താ പറയുക, ഒത്തിരി നാളായിട്ട്, ഇത് കോട്ടയത്തുള്ള സ്ഥലമാണല്ലോ, ഒത്തിരി നാളായിട്ട് വരണം എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല. നല്ല ഇങ്ങനെ സൂര്യൻ അവിടെ ഇങ്ങനെ പൊങ്ങിനിപ്പുണ്ട്, ഭയങ്കര ലൈറ്റാണ്. പിന്നെന്താ, ഇങ്ങനെ നല്ല നിറച്ച് പക്ഷികളുള്ളൊരു സ്ഥലമാണ് കേട്ടോ, നല്ല രസമുണ്ട്. ഇവരാണെങ്കിൽ സത്യത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും പക്ഷികളുള്ള സ്ഥലത്തോട്ട് വരുന്നത്. അതിന് ഭയങ്കര എക്സൈറ്റഡ് ആണ് എല്ലാവരും. ഇങ്ങനെ ഞാനാണെങ്കിലും ഒത്തിരി നാളായി പുറത്തോട്ടൊന്ന് ഇറങ്ങിയിട്ട്. ഇതുകൊണ്ട് ഇത്രയും റിച്ച് ആയിട്ടുള്ളൊരു സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം കാണേണ്ട കാഴ്ച ഇതാണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കാം, നമുക്ക് ഇത്രയും ഡൈവേഴ്സിറ്റി ഉള്ള സ്ഥലം, നമുക്ക് അവിടെ എല്ലാം നിറച്ച് ഫ്ലാറ്റുകളും കാര്യങ്ങളെല്ലാം കാണാം. ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് ആകെ ഇതുപോലെ കുറച്ച് സ്ഥലം മാത്രമാണ് നമ്മൾ ഈ ഒരു ജീവികൾക്ക് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്നത്. ഇവർക്ക് ഉള്ള സ്ഥലത്തും കൂടി നമ്മൾ വന്നിട്ട് ഇതാണ് കാണിക്കുന്നത്. ഇത് ആരുടെ പ്രശ്നമാണോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. സർക്കാരിൻ്റെ പ്രശ്നമാണോ അതോ നമ്മൾ ജനങ്ങളുടെ പ്രശ്നമാണോ? ജനങ്ങളെ മാത്രം മൊത്തമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല, സർക്കാരിനെയും മൊത്തമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ തന്നെയാണ് ഈ കാര്യം ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. ഇതിൻ്റെ കളക്ഷൻ സിസ്റ്റം മുതൽ, വേസ്റ്റിൻ്റെ കളക്ഷൻ സിസ്റ്റം മുതൽ, നമ്മുടെ ഇവിടുത്തെ എന്താ പറയുക, ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ് വരെ എല്ലാം മാറേണ്ടതായിട്ടുണ്ട്. ഒരാൾ പേടിച്ച് പാലം ക്രോസ് ചെയ്യാണ്. പോട്ടെ കൈയൊന്നും പിടിക്കണ്ട. പിന്നെ കമൻഡർ പറഞ്ഞിട്ട് വരും പേടിയാണ് കേട്ടോ. നമുക്ക് ഈ വീഡിയോ ഞാൻ സ്പീഡാക്കി ഇടുന്നതായിരിക്കും. എന്നോടൊപ്പം ഷൈജു പൊക്കോ, നീ വന്നിട്ടുണ്ട്, കുലുങ്ങും. നീ പൊക്കോ, അവൻ കുലുങ്ങും. ഇതാ തിരിച്ച് കയറി നിർത്തിയിട്ടുണ്ട്. എല്ലാവരും ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. പോവാണ്, ഇത് ഇച്ചിരി പഴയ സാധനമാണ്, അതിൻ്റെ മാത്രമേ പേടിയുള്ളൂ. എന്നാൽ പോലും യെസ്, ഇവിടെ എത്തി. ഇവിടെ വെള്ളത്തിൽ പോയിട്ടുണ്ട്, അത്ര സുഖമൊന്നും ഉണ്ടാവില്ല, മൊത്തം ചെളിയായിരിക്കും, ഇറങ്ങി പോരാൻ പറ്റിയാൽ മതി. പക്ഷേ ഇത് അതിന് മാത്രം പ്രശ്നമൊന്നുമില്ല, വലിയ ഇളക്കമൊന്നുള്ള പാലല്ല. ഇവിടെ എന്തോ വീട് പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്, എന്താണോ ആവോ. പിന്നെ ഇതല്ലേ, ഇവിടെ കുറച്ച് സാൻഡ് പൈപ്പേഴ്സും കുറച്ച് പക്ഷികളൊക്കെ ഉണ്ട്. അവിടെ ഒരു പൊന്മാനിരിപ്പുണ്ട്. അവിടെ ഒരു ഇവിടെ കാണുന്നുണ്ടൊരു സാധനം, കാണിക്കാം, അതാണ് കുളക്കോഴി. പേടിച്ച് ഒരാൾ പാലം കിടക്കുന്നുണ്ട്. അവിടെ പോയിട്ട് വലിയധികം സാധനങ്ങളൊന്നും കാണാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാണ്. വെട്ടിയ മുടി, നിങ്ങൾ മുടി ഡൊണേറ്റ് ചെയ്ത് കേട്ടോ. മുടി ഡൊണേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കാട് പോലത്തെ മുടി ഇപ്പോൾ പടർന്നു കിടക്കുന്നത്. പണ്ട് ഇങ്ങനെ ഇത്രയും നീളമൊക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി നാളുകൾക്ക് ശേഷം ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുമ്പോൾ എന്തൊരാശ്വാസം. ആഹാ, മിസ്റ്റർ സെബാസ്റ്റ്യൻ പീറ്റർ, താങ്കൾ ഇതൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? നമ്മൾ അവസാനം നടന്ന് ഒരു റെയിൽവേ പാളം വരെ എത്തിയിട്ടുണ്ട്. ഇതാ നമ്മൾ റെയിൽവേ പാളത്തിൽ കൂടി പോവുകയാണ്. ഇത് വളവാണ് കേട്ടോ, ട്രെയിനും പറന്നു വന്നാൽ പണി കിട്ടും. വേണ്ട, ഇത് ഏതോ ലക്ഷ്യമില്ലാത്ത വഴി കൂടെ പോകുന്നുണ്ട്. ഇതെവിടെ പോയി അവസാനിക്കും എന്നുള്ളത് കണ്ടറിയണം. ആ പാടത്തിൻ്റെ ഒരു ഫുൾ വ്യൂ കിട്ടുമെന്ന് കയറാൻ പോയി നോക്കണം. പക്ഷേ ഇതെവിടെ പോയി നിൽക്കും എന്നുള്ളത് ഇല്ല. ഇതൊരു വീട്ടിലോട്ടാണ് പോകുന്നത്. റിട്ടേൺ വാ. 1.5 മണിക്കൂർ എന്തായി ഇവിടെ വന്നിട്ട് കേട്ടോ. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒരു വഴിയും കാണുന്നില്ല.
ആ കുളത്തിൽ നല്ലൊരു വീടല്ലേ, നല്ലൊരു ആംബിയൻസ് ഓവറോൾ കാണുമ്പോൾ മാസ്മരികമായ ഫോട്ടോകളാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ ആംഗിളൊക്കെ നോക്കുക, ആംഗിളൊക്കെ ട്രൈ ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നുകൊണ്ടിരിക്കുന്നത്. ആ ചന്ദ്രനെ ഡ്രോങ് ഇരിക്കുന്ന ഫോട്ടോ കാണിച്ച് ഇതുണ്ടോ ഐഡിയ കുറേ ചന്ദ്രൻ ഫ്രണ്ടി ഡ്രോങ്കോ എങ്ങനെയുണ്ട്? അയ്യോ ഇടി കൊണ്ട് കേട്ടോ. അത് പക്ഷെ അത് സ്പോഞ്ച് അല്ല കേട്ടോ, അതിൻ്റെ അകത്ത് തലയുണ്ട്. നമുക്കിത് എൻ്റെ വലിയ നേല, എൻ്റെ വലിയ നേല. അയ്യോ അല്ല, അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. ഇവിടെ എല്ലാം കണ്ടു കഴിഞ്ഞു. കണ്ടിട്ട് പക്ഷെ അധികം പക്ഷികളൊന്നും കാണാൻ പറ്റില്ല, പ്രത്യേകതരമായിട്ടുള്ള പക്ഷികളൊന്നും കാണാൻ പറ്റില്ല. പിന്നെ എന്തായാലും ഇവരൊക്കെ ആദ്യമായിട്ട് ഇതിനൊക്കെ വന്ന് കണ്ടിട്ട് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, ദയവ് നിങ്ങളുടെ കയ്യിലുള്ള വേസ്റ്റുകളൊന്നും ഇവിടെ കൊണ്ടുപോയിട്ടില്ല. ഞങ്ങളിവിടെ വന്നിട്ട് വേസ്റ്റും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ കൊണ്ടുപോയിട്ടിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. നിങ്ങൾ എവിടെ പോയാലും വേസ്റ്റ് കൊണ്ടുപോയി ആ സ്ഥലത്തിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആ സ്ഥലം അതേപോലെ തന്നെ നമ്മൾ സംരക്ഷിക്കാനായിട്ട് ബാക്കി വരുന്നവർക്ക് വേണ്ടിയിട്ടും അതേ സ്ഥലം അതേപോലെ തന്നെ സംരക്ഷിക്കാനുള്ള കടമ നമ്മുടേതാണ്. ആരും പേടിക്കേണ്ട, ബോംബൊന്നുമല്ല, സിലിക്കാ ജെല്ലാണ് ക്യാമറ തണുക്കാണ്ടിരിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. ഓക്കെ, പഴത്തിൻ്റെ വേസ്റ്റ് ഉൾപ്പെടെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ യാത്രയുടെ പ്ലാൻ മാറ്റി. ഇപ്പോൾ നമ്മൾ നേരെ കുമരകത്തിൽ പോകാൻ തീരുമാനിച്ചു.